പീഡാനുഭവ സ്മരണയിൽ UAE-യിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. അബുദാബി, ഷാർജ ഉൾപ്പെടെയുള്ള വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ ആരംഭിച്ച ശുശ്രൂഷകൾ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. തിരുകർമ്മങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പങ്കെടുത്തത്. യേശുക്രിസ്തു പീഡകളേറ്റ് കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. പുലർച്ചെ ആരംഭിച്ച ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രത്യേക നമസ്കാരങ്ങൾ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. UAE-യിലെ വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും ഒരുക്കിയിരുന്നു. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങിന് വികാരി ഫാദർ ജിജു എൻ ജോൺ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രമീകരണങ്ങൾക്ക് സെക്രട്ടറി എൽദോ അരുൺ ജോസഫ്, ട്രസ്റ്റി ജോബി മാത്യു, വൈസ് പ്രസിഡന്റ് സൂരജ് കുര്യാക്കോസ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവ് വികാരി വർഗീസ് മാത്യു മുഖ്യ കാർമ്മികത്വവും സഹവികാരിമാരായ നിതിൻ മാത്യു, മാത്യു ജോൺ എന്നിവർ സഹകാർമ്മികത്വവും നിർവഹിച്ചു. ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി സാംജി ഡാനിയൽ, സെക്രട്ടറി സന്തോഷ് ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ശുശ്രൂഷകളിൽ കഞ്ഞി നേർച്ചയും ഒരുക്കിയിരുന്നു. CSE പാരിഷ് മലയാളം ദുബായിയുടെ ആഭിമുഖ്യത്തിൽ വലിയ വെള്ളിയാഴ്ച ആരാധന ഓൺലൈനായി നടന്നു. CSE ബിഷപ്പ് റൈറ്റ് റെവറന്റ് ഡോക്ടർ ഉമ്മൻ ജോർജും ദുബായ് ഇടവ് വികാരി രാജു ജേക്കബിന്റെ നേതൃത്വത്തിൽ കുരിശിലെ 7 മൊഴികളെ ആസ്പദമാക്കി വചന ശുശ്രൂഷയും ആരാധനയും അരങ്ങേറി. സഭാംഗങ്ങൾ ഓൺലൈനിലൂടെ ആരാധനയിൽ പങ്കാളികളായി. ജനം, ദുബായ്.